ഭാരവാഹികളുടെ സമീപത്തുള്ള ഇരിപ്പിടങ്ങളിൽ ഇരിക്കുക എല്ലാവരും. പിന്നെ നിങ്ങളുടെ വിളക്കിലെ ഒരുപക്ഷെ എണ്ണ തീർന്നെന്ന് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുഷ്പങ്ങൾ കുറഞ്ഞെന്ന് വരും. എന്തെങ്കിലുമൊക്കെ ആവശ്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ കൈ ഉയർത്തുക. ഈ ചുറ്റുപാടുമുള്ളവര് അവരുടെ മൊബൈൽ ഫോണുകൾ സൈലന്റ് മോഡിൽ വയ്ക്കുക, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കുക, ശബ്ദം ഉണ്ടാക്കുക. കുട്ടികളെല്ലാം രണ്ട് ഭാഗത്തും ഒതുങ്ങിയിരിക്കുക. നാരായണ 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 ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ പൂജിക്കാനായിട്ട് പോവുകയാണ്. ഒരു പൂജ എന്നുള്ളതിന് പലതരത്തിലുള്ള ശുദ്ധികളുടെ ആവശ്യകതയുണ്ട്. ദ്രവ്യശുദ്ധി, അതുപോലെ തന്നെ സ്ഥലശുദ്ധി, പിന്നെ ദേഹശുദ്ധി, മനഃശുദ്ധി തുടങ്ങിയവയൊക്കെ വേണം. ദ്രവ്യങ്ങൾ ശുദ്ധമാണ്, പുഷ്പങ്ങൾ ശുദ്ധമാണ്, ഇല നമ്മൾ തന്നെ ശുദ്ധമാക്കി കൊണ്ടുകൊണ്ടിരിക്കുന്നു, വിളക്ക് ശുദ്ധമായതാണ്. പിന്നെ നമ്മൾ ശരീരശുദ്ധി വരുത്തിയിട്ടുണ്ട്. പിന്നെ മനഃശുദ്ധിക്കായിക്കൊണ്ട് നമ്മൾ തിരുനാമത്തെ ജപിച്ചു. സ്ഥലശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ദേവന്റെ സമീപത്ത് ശ്രീമദ് ഭാഗവത സപ്താഹം നടക്കുന്നതിന് മുന്നിൽ തന്നെയാണ്. അതിനും ശുദ്ധിക്ക് യാതൊരു കുറവുമില്ല. അപ്പോൾ അത്തരത്തിൽ എല്ലാം കൊണ്ടും പരിശുദ്ധമായ ഒരു സന്ദർഭത്തിലാണ് പൂജ ചെയ്യാനായിട്ട് അനുവദിക്കുന്നത്. ഇത്തരത്തിൽ ഒരു പൂജ ചെയ്യാൻ നമുക്ക് അവസരം തന്ന എല്ലാവരെയും നന്ദിപൂർവ്വം സ്മരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. അതിനാദ്യം എല്ലാവരും അവരവരുടെ അമ്മയുടെ ചിത്രം, മാതാപിതാ ഗുരു ദൈവം എന്നാണ്. ആദ്യം അമ്മയുടെ ആ രൂപത്തെ, സ്വരൂപത്തെ നല്ലതുപോലെ മനസ്സിൽ കാണുക. അമ്മയുടെ പാദങ്ങളിലേക്ക് ആസ്താവതി പ്രസൂതി സമയേ ദുർവാനശൂലവ്യധാനൈരുച്യന്തനുശോഷണം മലമീശയ്യാജസാംവത്സരി ഏകസ്യാപി ന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്പതിം നദോപിതനയ തസ്യൈ ജന്മേ. തൻ്റെ സുഖത്തെ തങ്ങൾക്കായിട്ട് കുട്ടികൾക്കായിട്ട് നീക്കിവെച്ചവരാണ് അമ്മമാര്. അവരനുഭവിക്കുന്ന ത്യാഗം മറ്റാർക്കും സാധിക്കില്ല അടക്കാൻ. ആ അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നതായിട്ട് ഭാവിച്ചു. അതുപോലെ തന്നെ അച്ഛൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നതായിട്ട് ഭാവിച്ചു. വീടിന് നല്ലതായി വിളക്കായി ഒരു വലിയ വൃക്ഷമായിട്ട് തണലേറിക്കൊണ്ടിരിക്കുന്നയാളാണ് അച്ഛൻ. ജീവിതത്തിൻ്റെ ആ ഒരു തീക്ഷ്ണമായ കാലങ്ങളെല്ലാം കഠിനമായ അധ്വാനത്തിലൂടെ ശാരീരിക മാനസിക പീഡകൾ കുടുംബത്തിന് വേണ്ടി സഹിച്ച സാധു അവസാന കാലത്ത് ഒരിക്കലും ഈ കുട്ടികളുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് സങ്കടപ്പെടാതിരിക്കട്ടെ. അച്ഛൻ്റെ കണ്ണുകൾ ഉയർന്നണിയാതിരിക്കട്ടെ. അച്ഛൻ്റെ ഹൃദയം നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും സങ്കടപ്പെടാതിരിക്കട്ടെ. നല്ലവണ്ണം പ്രാർത്ഥിച്ച് അച്ഛൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നതായിട്ട് ഭാവിച്ചു. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ, ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരുനാഥ ജനകായ നമോ. അച്ഛൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കും. ഇനി അനവധിയായിട്ടുള്ള ഗുരുനാഥന്മാരുടെ അനുഗ്രഹമാണ് നമ്മളിങ്ങനെ ഒരു പദവിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. ഓരോരുത്തരും അനവധി ഗുരുനാഥന്മാരുടെ അനുഗ്രഹശിഷ്ടങ്ങളാണ്. ആ ഗുരുനാഥന്മാരുടെ ഒക്കെ പാദങ്ങളിൽ വളരെ വിനീതമായിട്ട് നമസ്കരിക്കുന്നു എന്ന് ഭാവന ചെയ്യാം. എല്ലാ ഗുരുനാഥന്മാരുടെയും പാദങ്ങളിൽ
അവരുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കരിക്കണം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുഭ്യോ നമഃ. ഗുരുനാഥന്മാരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നതായിട്ട് ഭാവന ചെയ്യും. ഏത് പൂജ ചെയ്യുമ്പോഴും ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും വിഘ്നമില്ലാതിരിക്കാനായിട്ട് ഉണ്ണിഗണപതിയെ ധ്യാനിക്കുക എന്നുള്ളതാണ്. ആ ഉണ്ണിഗണപതിയെ നല്ലതുപോലെ മനസ്സിലേക്ക് ചിന്തിക്കുക. വിഘ്നങ്ങളില്ലാതെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകണേ, തടസ്സങ്ങളില്ലാതെ എപ്പോഴും നല്ല ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗജാനന ഭൂതഗണാതിസേവിതം കവിത്രജം തൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദകം ഗജം. ഉണ്ണിഗണപതിയെ വ്യക്തമിട്ട് നമസ്കരിക്കുന്നതായിട്ട് ആവശ്യം. ഇനി എല്ലാവരും മുന്നിൽ നിന്നും 2 പുഷ്പം ഉണ്ട്. 2 പുഷ്പം നമ്മളിവിടെ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് പൂജിക്കാനായിട്ട് പോകുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെയാണുള്ളത്? എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിലാണുള്ളത്, നമ്മുടെ ഉള്ളിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ആരെങ്കിലും വരുന്നതിന് മുമ്പ് നമ്മളത് ചെയ്യും. അവിടെയുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ നന്നാക്കി വയ്ക്കില്ലേ? ഇല്ലേ? ഒരാളെ നമ്മുടെ ഗൃഹത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് വരുമ്പോൾ പീഠമൊക്കെ ഒരിക്കലും വയ്ക്കുന്നത് പോലെ ഭഗവാനെ ഇരിക്കാനായിട്ടൊരു സ്വർണ്ണ പീഠം തയ്യാറാക്കുകയാണെന്ന് ഭാവിക്കും. അത് ആ പുഷ്പം തൊഴുത് പിടിക്കും. ഭഗവാൻ ഇരിക്കാൻ പാകത്തിന് ഒരു സ്വർണ്ണ സിംഹാസനം തയ്യാറാക്കുകയാണെന്ന് ഭാവന ചെയ്യും. ഭാവന ചെയ്തുകൊണ്ട് ശ്രീകൃഷ്ണായ നമഃ എന്ന് പറയുമ്പോൾ ഈ പുഷ്പം ആ വിളക്കിനോട് ചേർത്ത് വയ്ക്കും. അവിടെ ഒരു സുവർണ സിംഹാസനം നമ്മൾ വയ്ക്കണമെന്ന് സങ്കല്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണായ നമഃ എന്ന് പറയുമ്പോൾ അവിടെ പുഷ്പങ്ങൾ ചേർത്ത് വയ്ക്കും. ശ്രീകൃഷ്ണായ നമഃ. നിങ്ങൾക്ക് ശ്രീകൃഷ്ണായ നമഃ പറയാവുന്നതാണ്. പീഠം ഒരുക്കിയിട്ടുണ്ട്. ഇനി എന്ത് വേണം? നമുക്ക് ആ അതിഥിയായിട്ട് ഭഗവാനെ കൊണ്ടുവരണം. അതിന് പുഷ്പങ്ങൾ കയ്യിൽ നല്ലതുപോലെ തൊഴുത് പിടിക്കും. ഭഗവാനെ നല്ലതുപോലെ നമുക്ക് ഹൃദയത്തിൽ കാണാൻ സാധിക്കട്ടെ. കണ്ണടച്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസ്വരൂപത്തെ നല്ലതുപോലെ ഹൃദയത്തിൽ എല്ലാവരും കാണുക. തിരുമുടി അണിഞ്ഞ ഭഗവാൻ, നെറ്റിയിലെ ഗോപിക്കുറി അണിഞ്ഞ ഭഗവാൻ, നീലമേഘ ശ്യാമള വർണ്ണത്തിൽ ശോഭിക്കുന്ന ഭഗവാൻ, വാലിട്ട് നീളത്തിൽ കണ്ണെഴുതിയിരിക്കുന്ന ഭഗവാൻ, ചുണ്ടില് മനോഹരമായ പുഞ്ചിരി ഒഴിക്കുന്ന ഭഗവാൻ, കഴുത്തില് ധാരാളം മാലകൾ അണിഞ്ഞിരിക്കുന്ന ഭഗവാൻ, കൈകളില് ഭഗവാൻ വെണ്ണ കയ്യിൽ പിടിച്ചിരിക്കുന്നു, അരയില് മഞ്ഞപ്പെട്ട് അണിഞ്ഞിരിക്കുന്നു, കാലില് തളകളും വളകളും ഇട്ട് നമ്മളെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം കരുണാപൂർവ്വം കടാക്ഷിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വരൂപത്തെ നല്ലതുപോലെ ഹൃദയത്തിൽ കാണും. ഒരു ശ്ലോകം കൂടെ ചൊല്ലും, അത് നിങ്ങൾ കേൾക്കുക. ബാലായ നീലവപുഷേ നവകിങ്കിണീ കജാലാഭിരാമ ജഗനായ ദിഗംബരായ ശാർദൂലദിവ്യനഖഭൂഷണഭൂഷിതായ നന്ദാത്മജായ നവനീതമുഷേ നമസ്തേ. നവനീതമുഷേ നമസ്തേ. നറുവെണ്ണ കയ്യിലെടുത്തിരിക്കുന്ന ഭഗവാനെ നല്ലതുപോലെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ആ സ്വരൂപത്തെ നമ്മൾ നമ്മുടെ നാസികയിലൂടെ, അതായത് നാസിക എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിലൂടെ പുറത്തേക്ക് സ്വീകരിക്കുന്നതാണ് ഈ പുഷ്പത്തിലേക്ക് ഭാവന ചെയ്ത് മൂക്കിനോട് ചേർത്ത് വെച്ച് നാസികയോട് ചേർത്ത് വെച്ച്
ആ ഭഗവാനെ നമ്മുടെ ഉള്ളിൽ നിന്നും ഈ പുഷ്പത്തിലേക്ക് സ്വീകരിക്കാമെന്ന് ഭാവന ചെയ്ത് ആ പുഷ്പത്തിലേക്ക് സ്വീകരിച്ച് വിളക്കിൻ്റെ മുന്നിലുള്ള ആ സുവർണ സിംഹാസനത്തിൽ നമ്മൾ ഇരുത്തണം. ശ്രീകൃഷ്ണായ നമഃ, ശ്രീകൃഷ്ണായ നമഃ. ഭഗവാനെ മുന്നിൽ ഇരുത്തിയതായിട്ട് ഭാവിച്ചു. ഇനി ഒരു പുഷ്പം ചെയ്യുന്നു. ഭഗവാനെ കൈകാലുകൾ കഴിയിപ്പിക്കാം. അതേപോലെ തന്നെ ഭഗവാനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? കുളിപ്പിക്കാം. എന്ത് വേണമെങ്കിൽ ചെയ്യാം. അഭിഷേകം ചെയ്യാം. എന്തും നമുക്ക് ചെയ്യാം. എന്തൊക്കെയാണോ ഭഗവാനെ നമ്മൾ ചെയ്യുന്നത് അതൊക്കെ ഒന്ന് ഭാവന ചെയ്യാം. ഭഗവാന്റെ പാദം കഴിയിപ്പിച്ച് അത് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഭാവന ചെയ്തുകൊണ്ട് ശ്രീകൃഷ്ണായ നമഃ, ശ്രീകൃഷ്ണായ നമഃ എല്ലാവർക്കും കേട്ട് ജപിക്കാവുന്നതാണ്. ശ്രീകൃഷ്ണായ നമഃ ജപിക്കാവുന്നതാണ്. ഇനി വീണ്ടും പുഷ്പം കയ്യിലെടുത്ത് ഭഗവാൻ നല്ല മഞ്ഞപ്പെട്ടും അതുപോലെ തന്നെ മനോഹരങ്ങളായ മാലകളൊക്കെ നമ്മൾ അണിയിക്കുന്നതായിട്ട് തൊഴുതുകൊണ്ട് ഭാവന ചെയ്യും. നെറ്റിയിലെ ഗോപിക്കുറി നമ്മൾ അണിഞ്ഞു കൊടുക്കുന്നതായിട്ട് ഒക്കെ നമ്മൾ ഭാവന ചെയ്തുകൊണ്ട് ശ്രീകൃഷ്ണായ നമഃ വീണ്ടും പുഷ്പം വരും. ഇനി കുളിച്ചലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഭഗവാന് നിവേദ്യങ്ങൾ സമർപ്പിക്കാം. എന്ത് നിവേദ്യം സമർപ്പിക്കാം? പാൽപ്പായസം, അതുപോലെ തന്നെ പാല്, വെണ്ണ, മധുരപലഹാരങ്ങൾ, ഇതൊക്കെ ഭഗവാൻ നമ്മളെ മടിയിൽ ഇരുത്തി കൊടുക്കും. അല്ലെങ്കിൽ നമ്മുടെ ഭഗവാന്റെ വായന നമ്മൾ തന്നെ വാരി കൊടുക്കുന്നതായിട്ട് ഭാവന ചെയ്തുകൊണ്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ശ്രീകൃഷ്ണായ നമഃ വീണ്ടും ഒരു പ്രാവശ്യമുള്ള പുഷ്പമെടുത്ത് നല്ലോണം തൊഴും. നമ്മൾ നൽകിയ ആ നിവേദ്യങ്ങളൊക്കെ സ്വീകരിച്ച് വളരെ സന്തോഷപൂർവ്വം ഇരിക്കുന്ന ഭഗവാനെ ഹൃദയത്തിൽ ഭാവന ചെയ്ത് ഈ ഭഗവാനെ എന്നുമെന്നും മുന്നിൽ കാണുന്നതിന് ഭാവന ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടെ ശ്രീകൃഷ്ണായ നമഃ. ഇനി നമ്മളിവിടെ അഷ്ടോത്തര ശതനാമാവലിയാണ് ചൊല്ലാനുള്ളത്. നിങ്ങൾ ഈ നാമാവലി ഏറ്റി ചൊല്ലേണ്ടതാണ്. പക്ഷെ ഇതിൽ വലിയ വലിയ നാമങ്ങളുണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ നാമം ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ ഞാൻ ചൊല്ലിത്തരുന്ന മന്ത്രത്തിന് പകരം ശ്രീകൃഷ്ണായ നമഃ എന്ന് പറഞ്ഞാൽ മതി. ശ്രീകൃഷ്ണായ നമഃ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുഷ്പങ്ങൾ അർച്ചിക്കുക. ഓരോ തവണ കഴിയുമ്പോഴും വീണ്ടും പുഷ്പങ്ങൾ എടുക്കുക, അത് അർച്ചിക്കുക, വീണ്ടും പുഷ്പങ്ങൾ എടുക്കുക, അർച്ചിക്കുക. ഇങ്ങനെയാണ് വേണ്ടത്. ശ്രീകൃഷ്ണായ നമഃ ചൊല്ലിയാൽ മതി. ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലാവർക്കും ചൊല്ലാവുന്ന ഇരിക്കുന്നവർക്കും എല്ലാവർക്കും ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം കമലനാഥായ നമഃ. ഓം വാസുദേവായ നമഃ. നിങ്ങൾ ശ്രീകൃഷ്ണായ നമഃ എന്ന് പറഞ്ഞാൽ മതി. ഓം സനാതനായ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം വസുദേവാത്മജായ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം പുണ്യായ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ലീലാമാനുഷവിഗ്രഹായ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ശ്രീവത്സകൗസ്തുഭധരായ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം യശോദാവത്സലായ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ഹരയേ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ചതുർഭുജാത്തചക്രാസി ഗദാശങ്കായുധായ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ദേവകീനന്ദനായ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ശ്രീശായ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം നന്ദഗോപപ്രിയാത്മജായ നമഃ.
ശ്രീകണ്ഠഹരായ നമഃ. ഓം ശകടാസുരഭഞ്ജനായ നമഃ. ഓം നന്ദവ്രജനാനന്ദിനേ നമഃ. ഓം സച്ചിദാനന്ദവിഗ്രഹായ നമഃ. ഓം നവനീതവിലിപ്താംഗായ നമഃ. ഓം നവനീതനടായ നമഃ. ഓം അനഘായ നമഃ. ഓം നവനീതനവാഹാരായ നമഃ. ഓം മുചുകുന്ദപ്രസാദകായ നമഃ. ഓം ഷോഡശസ്ത്രീ സഹസ്രേശായ നമഃ. ഓം ത്രിഭംഗീ മധുരാഗതയേ നമഃ. ധനാജലോദ്ധത്രേ നമഃ. ഓരോരോ പൂടാൻ പറയും കുറെ ഓരോരോ പൂട്ട്. ഓം സർവപാലകായ നമഃ. ഓം അജായ നമഃ. ഓം നിരഞ്ജനായ നമഃ. ഓം കാമജനകായ നമഃ. ഓം കഞ്ചലോചനായ നമഃ. ഓം മധുഗ്നേ നമഃ. ഓം മധുരാനാഥായ നമഃ. ഓം ദ്വാരകാനായകായ നമഃ. ഓം ബലിനേ നമഃ. ഓം വൃന്ദാവനസഞ്ചാരിണേ നമഃ. ഓം തുളസീദാമഭൂഷണായ നമഃ. ഓം സ്യമന്തകമണിർഹത്രേ നമഃ. ഓം നരനാരായണാത്മകായ നമഃ. ഓം ഉഗ്രാംകൃഷ്ടാംബരധരായ നമഃ. ഓം മാലിനേ നമഃ. ഓം പരമപുരുഷായ നമഃ. ഓം മുഷ്ടികാസുരചാമൂലമല്ലയുദ്ധവിശാരദായ നമഃ. ഓം സംസാരവൈരിണേ നമഃ. ഓം കംസാരയേ നമഃ. ഓം മുരാരേ നമഃ. ഓം നരകാന്തകായ നമഃ. ഓം അനാദിബ്രഹ്മചാരിണേ നമഃ. ഓം കൃഷ്ണാംബ്യസനകരിശകായ നമഃ. ഓം ശിശുപാലശിരക്ഷേത്രേ നമഃ. ഓം ദുര്യോധനകുലാന്തകായ നമഃ. ഓം വിദുരാക്രൂരവരദായ നമഃ. ഓം വിശ്വരൂപപ്രദർശകായ നമഃ. ഓം സത്യവാചേ നമഃ. ഓം സത്യസങ്കൽപ്പായ നമഃ. ഓം സത്യഭാമാരതായ നമഃ. ഓം ജൈനേ നമഃ. ഓം സുഭദ്രാപൂർവജായ നമഃ. ഓം ജിഷ്ണവേ നമഃ. ഓം ഭീഷ്മമുക്തിപ്രദായകായ നമഃ. ഓം ജഗദ്ഗുരവേ നമഃ. ഓം ജഗന്നാഥായ നമഃ. ഓം വേണുനാഥവിശാരദായ നമഃ. ഓം വൃഷഭാസുരവിധ്വംസിനേ നമഃ. ഓം ബാണാസുരകരന്തകായ നമഃ. ഓം യുധിഷ്ഠിരപ്രതിഷ്ഠാത്രേ നമഃ. ഓം ബലിഹിബലിഹാവതംസകായ നമഃ.
ഓം പാർത്ഥസാരഥയേ നമഃ. ഓം അവ്യക്തായ നമഃ. ഓം ഗീതാമൃതമഹോദധയേ നമഃ. ഓം കാളീയഭണമാണിക്യരഞ്ജിതശ്രീപദാംബുജായ നമഃ. ഓം ദാമോദരായ നമഃ. ഓം യജ്ഞഭോക്ത്രേ നമഃ. ഓം ദാനവേന്ദ്രവിനാശകായ നമഃ. ഓം നാരായണായ നമഃ. ഓം പരസ്മൈ ബ്രഹ്മണേ നമഃ. ഓം പന്നഗാസനവാഹനായ നമഃ. ഓം ജലക്രീഡാസമാസക്തഗോപീവസ്ത്രാപഹാരകായ നമഃ. ഓം പുണ്യശ്ലോകായ നമഃ. ഓം തീർത്ഥപദായ നമഃ. ഓം വേദവേദ്യായ നമഃ. ഓം ദയാനിധയേ നമഃ. ഓം സർവതീർത്ഥാത്മകായ നമഃ. ഓം സർവഗ്രഹരൂപിണേ നമഃ. ഓം പരാൽപരായ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഇനി ഒരു പൂവ് കയ്യിലെടുത്ത് പിടിക്കാം. എല്ലാവരും ഒരു പൂവ് തൊഴുത് പിടിക്കാം. തൊഴുത് പിടിച്ച് പാദം പാദമായി ചുമത്തുന്നത് ഏറ്റുചൊല്ലുക. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണായ നമഃ. അതർച്ച വീണ്ടും ഒരു പുഷ്പക്ക ഒറ്റ പുഷ്പക്ക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണായ നമഃ. വീണ്ടും പുഷ്പം കരുതുക. ഇനി നമ്മൾ ചെയ്തതിൻ്റെ പൂജ ചെയ്തതിൻ്റെ എന്തെങ്കിലും മന്ത്രലോപമോ എന്തെങ്കിലും ലോപമുണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നൊരു മന്ത്രമാണ്. ഈ പുഷ്പം കയ്യിലെടുത്ത് പിടിച്ച എല്ലാവരും നല്ലതുപോലെ മനസ്സിൽ പ്രാർത്ഥിക്കുക. പലതരം അറിവ് കുറവുള്ളവരാണ് നമ്മൾ. ചിലപ്പോൾ പൂർണ്ണതയൊന്നും ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല. അതൊക്കെ പുറത്ത് പൂർണ്ണാനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിച്ച് ഒരു പ്രാർത്ഥന. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യത് പൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. ഒന്നുകൂടെ ചൊല്ലാം. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യത് പൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. ശ്രീകൃഷ്ണായ നമഃ. ഇനി ഒരു പുഷ്പം വെക്കാം. എന്നിട്ട് തൊഴുതിട്ട് എന്തൊക്കെയാണോ നമുക്ക് ഭഗവാനോട് പറയാനുള്ളത് ഇതൊക്കെ നമ്മുടെ മുന്നിൽ തന്നെ ഇരിക്കുകയാണ്. എന്തൊക്കെയാണോ പറയാനുള്ളത് അതൊക്കെ പറയുന്നതായിട്ട് ഭാവിക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന ആ ഒരു പ്രാർത്ഥനകൾ കൂടിയിട്ട് എല്ലാവരും ഭഗവാനെ നല്ലതുപോലെ കാണുക. എല്ലാവരും
ശ്രീകൃഷ്ണായ നമഃ. നമ്മൾ പ്രാർത്ഥനയൊക്കെ സ്വീകരിച്ച് ഭഗവാൻ സന്തോഷമായിട്ടിരിക്കുന്ന ഭാവത്തെ നമ്മൾ കണ്ടു. ഇനി ആ വിളക്കിൻ്റെ അടുത്തുനിന്ന് പറയുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് നമ്മൾ ഭഗവാനെ അവിടെ കൊണ്ടുപോകുന്നത്. തിരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നെ കൊണ്ടുപോകും. അപ്പോൾ ഈ പീഠത്തിൽ നിന്ന് ഭഗവാനെ എഴുന്നേൽപ്പിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നതെന്ന് ഭാവന ചെയ്തുകൊണ്ട് വിളക്കിൻ്റെ അടുത്തു നിന്നൊരു പുഷ്പം എടുക്കുക. ഭഗവാനെ എടുക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ടെടുക്കുക. ഭഗവാനെ എടുക്കണമെന്ന് ഭാവന ചെയ്ത് നമ്മുടെ നാസികയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് ഭാവന ചെയ്ത് നല്ലോണം വാസനിക്കാം. ഹൃദയത്തിലേക്ക് സ്വീകരിച്ച ശേഷം ആ പുഷ്പം പിറകിലോട്ട് കളയാം. വേറെ നിർദ്ദേശങ്ങൾ വേണ്ട. കാണിച്ച് പിറകിലോട്ട് കളയാം. ബാക്കിലോട്ട് ഇമ്പാകൊക്കെ ഇനി വീണ്ടും പിറകിലോട്ട് ഇമ്പാകൊക്കെ. അതിനുശേഷം വീണ്ടും ഒരു പുഷ്പം കൂടി എടുക്കുക. ആ പുഷ്പം സ്ത്രീകൾ മുടിയിൽ ചൂടുക, പുരുഷന്മാർ വലത് ചെവിയിൽ ചൂടുക. സ്ത്രീകൾ മുടിയിൽ, പുരുഷന്മാർ വലത് ചെവിയിൽ ചൂടുക. ഇനി ബാക്കി എല്ലാ പുഷ്പങ്ങളും ഒന്നിച്ചെടുക്കും. ബാക്കി എത്ര പുഷ്പങ്ങളുണ്ട് അർച്ചിക്കാനുള്ള ഇടയിലുള്ള ബാക്കി എല്ലാ പുഷ്പങ്ങളും ഒന്നിച്ചെടുക്കുക. കയ്യിൽ പിടിക്കുക. ഒന്നിച്ച് കയ്യിൽ പിടിക്കുക. എന്നാൽ തൊഴുത് നിൽക്കുക. തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പൂജയൊക്കെ ഭഗവാൻ സ്വീകരിച്ചു. നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുള്ള ഭഗവാനെ സ്വീകരിച്ചു. ഇനി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ആരാണ് ഈ കർമ്മം ചെയ്യിപ്പിച്ചത്? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഭഗവാൻ. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഭഗവാനെ നമ്മളിതാ ഈ വിളക്കിലേക്ക് സ്വീകരിച്ചു. അവിടെ നമ്മൾ തന്നെ അതിനെ പൂജിച്ചു. എന്നിട്ട് ആ ഭഗവാനെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ കൊണ്ടുപോകും. എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ സാധിച്ചത് ആ ഉള്ളിലുള്ള ഈശ്വരത്തെ അനുഗ്രഹമാണ്. അപ്പോൾ ആ ഭഗവാനെ സമ്പൂർണ്ണമായി സമർപ്പണം ചെയ്യുന്ന ഒരു മന്ത്രമാണ് ചൊല്ലാനായിട്ട്. അതെല്ലാവരും ചൊല്ലുക. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ആ വിളക്കിനെ അർച്ചിക്കുക. വിളക്ക് മെല്ലെ നീക്കി വെക്കുക. അതായത് ലേശം നീക്കാം. ലേശം നീക്കാം. ഇനി ആ ഭാരവാഹികളുടെ ശേഷം ആ ഇലയിലെ പുഷ്പങ്ങളൊക്കെ ഒരു പാത്രത്തിൽ വാങ്ങിക്കാം. എല്ലാവരും വിളക്കിലെ തിരി അവിടെ തന്നെ തിരി എന്ത് ചെയ്യാം? എണ്ണയിലേക്ക് ഇറക്കിയിട്ട് കിട്ടാം. എണ്ണയിലേക്ക് ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ Hare Rama